മൂവാറ്റുപുഴ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി സി പ്രേംജി മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ്, NDA നേതാക്കളായ അരുൺ P മോഹനൻ, T ചന്ദ്രൻ, B ബിനുകുമാർ, KP തങ്കക്കുട്ടൻ, ശ്രീജിത്ത് നാരായണൻ, സെബാസ്റ്റ്യൻ മാത്യു, 2020 മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹിസ്റ്റി M സാനെ, അനന്തു സജീവൻ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വൈകുന്നേരം NDAയുടെ കമ്മിറ്റി കൂടുന്ന കാര്യം ബഹുമാനപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള പരിപാടികളിൽ വളരെ ഉഷാറായ പ്രവർത്തനങ്ങളാണ് നടത്താൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം റോഡ് ഷോ നടത്തുന്നുണ്ട്. നാളെ മുതൽ പഞ്ചായത്ത് കൺവെൻഷനുകളും പഞ്ചായത്ത് തലത്തിലുള്ള പര്യടനവും ഒക്കെ ആരംഭിക്കും. മറ്റ് സന്ദർശനങ്ങൾ നാളെ മുതലാണ് നടത്തുന്നത്. നിലവിൽ അങ്ങനെ എത്തുന്ന കാര്യം അറിയിച്ചിട്ടില്ല. ബന്ധപ്പെട്ട നേതാക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു റെസ്പോൺസാണ് വോട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഒരേ സമയം വൻ ശക്തികളെ എല്ലാം കയ്യിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു വളരെ ശക്തമായൊരു നയമാണ് ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്നത്. ഒരേ സമയം അമേരിക്കയും ഇറാനും ഇസ്രയേലും ചൈനയും റഷ്യയുമെല്ലാം ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ബോംബുകൾ ചീറിപ്പായുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായ പതാകയുമായി കപ്പലുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്തർദേശീയ തലത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ഒരു വലിയ സ്വാധീനവും മേൽക്കൈയും, അതുപോലെ സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകൾക്കതീതമായിട്ട് ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വികസനം ഉണ്ടാകണമെന്ന ജനങ്ങളുടെ ആഗ്രഹം, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ ചിന്തകൾക്കപ്പുറം ഇവിടെ വികസനം വേണം. നമുക്കറിയാം, ഇവിടെ ഇലക്ഷൻ സമയത്ത് മാത്രം ഉയർന്നു വരുന്ന ചില ബൈപ്പാസുകളുണ്ട്. ഇതൊന്നും നടപ്പാകുന്നില്ല. അപ്പോൾ മൂവാറ്റുപുഴയുടെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഒരു ട്രാഫിക് ജാം എന്ന ഒരു പ്രതിസന്ധി പരിഹരിക്കുവാനും ഇവിടെ സമഗ്രമായ ഒരു വികസനം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് പ്രത്യേകിച്ച് നിഷ്പക്ഷരായ കക്ഷി രാഷ്ട്രീയത്തിന് അടിമകളല്ലാത്ത ജനങ്ങളുടെ വലിയ സഹകരണവും പിന്തുണയും പ്രചരണത്തിലും ഈ കാര്യങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട്.